ഒരു രക്ഷയില്ലാത്ത അടിപൊളി മാങ്ങയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു ഈ നമ്മുടെ ഇവിടെ തന്നെ അടുത്തുള്ള ഒരു മാവിൽ പഴുത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കൈയോടൊന്ന് പറിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മാവിൽ നിന്ന് പഴുത്തോണ്ട് നല്ല മധുരമാണ് ഈ ഒരു മാങ്ങയ്ക്ക്. എടുത്ത മാങ്ങ നല്ല മധുരമായതുകൊണ്ട് അതിൻ്റെ ഒരു പഴുപ്പൊക്കെ നമുക്ക് വായിൽ വെക്കുമ്പോഴത്തേനും ഇങ്ങനെ അലിഞ്ഞിറങ്ങും കേട്ടോ. അപ്പം തന്നെ നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെയായിരുന്നു. അപ്പം ഇന്ന് നമ്മളിത് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല. അപ്പം എന്തായാലും ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല രീതിയിൽ തന്നെ മാവിൽ നിന്നിട്ട് തന്നെ മൂത്ത് പഴുത്തുകൊണ്ട് തന്നെ മാങ്ങയ്ക്കായാലും നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഇപ്പം തന്നെ ഇനി പഴുത്തത് മാവിൻ്റെ മേളിൽ കൂടെയൊക്കെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചോട്ടിക്കൂടെയൊക്കെ ആയാലും നല്ല മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം മാങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചിങ്ങനെ ആയതൊരു 3-4 പെറുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല നല്ല മധുരമുള്ളൊരു ടൈപ്പ് മാങ്ങയാണ്. അപ്പോൾ അത് മൂവാണ്ട മാങ്ങയല്ല, വേറൊരു ടൈപ്പ് മാങ്ങയാണ്. നല്ല കേടൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് പറിച്ച് തുടച്ചിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കും കൂടി ചെയ്യാം. അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വർഷം. അപ്പോൾ നമുക്ക് പോയിട്ട് മാങ്ങ പറിച്ചാലും നല്ലൊരു തണുത്ത കാറ്റും കൂടി വീശി നല്ലൊരു ആംബിയൻസ് തന്നെ കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും എന്തൊക്കെയോ പരിപാടികളൊക്കെ നമുക്ക് നേരെ പോയിട്ട് മാങ്ങ പറിക്കാം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒത്തിരി പഴക്കമുള്ളൊരു മാവൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഒരുപാട് തന്നെ ഹൈറ്റിലും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് പറിക്കാനാണെങ്കിലൊക്കെ നമുക്ക് ചെറിയ പിള്ളേർക്ക് വരെ പറിക്കാനുണ്ട് ആ ഒരു രീതിയിലാട്ടോ. ഒരുപാട് ഹൈറ്റിലും പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് ലൈൻ കമ്പി ആട്ടോ ഈ ഒരു മാവിൻ്റെ മേളിലേക്ക്. അപ്പോൾ ഒരു ലൈൻ കമ്പിൻ്റെ താഴെ ഒതുക്കി ഇങ്ങനെ വെട്ടി നിർത്തിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ കമ്പിൻ്റെ ഇതൊക്കെ മേളിൽ കൂടെ ഒക്കെ കിടക്കുന്ന ആ ഒരു കമ്പുകളൊക്കെ ഇറക്കാൻ വേണ്ടി തെച്ച് വെട്ടാരൊക്കെ വരും. ആ ഒരു ടൈമിൽ എപ്പോഴും നമ്മുടെ മാവിൻ്റെ മേളിലേക്ക് പോയിട്ടുള്ള കമ്പ് ഫുള്ളായിട്ട് അവർ തന്നെ വെട്ടി റെഡി ആക്കി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മേളിലേക്ക് പോകാത്തതുകൊണ്ട് ഞാൻ ഒരു ലെവലിൽ നിർത്തിയിട്ട് നന്നായിട്ട് വട്ടം വീശിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് ഹൈറ്റിൽ പോകാത്തതുകൊണ്ട് നമുക്കൊക്കെ പെട്ടെന്ന് തന്നെ പറിച്ചും കൂടി എടുക്കാം. അപ്പോൾ നമുക്കിത് പറിച്ചെടുക്കാം. അപ്പോൾ നോക്കി അത്യാവശ്യം നന്നായിട്ട് നോക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മാവ് നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് ഒരുപാട് കാപ്പി ആയാലും താഴേക്കൊക്കെ ആയാലും ഫുള്ള് വാഴയൊക്കെയാണ്. അപ്പം എന്നാലും ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിന് ചുറ്റുമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഈ ഒരു മാങ്ങയും ചക്കയൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ കിളികളുടെയൊക്കെ ഒരു വലിയൊരു ഭക്ഷണ സ്രോതസ് തന്നെയായിരിക്കും ഈ ഒരു മാങ്ങയും ചക്കയൊക്കെ. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ കൂടെയൊക്കെ കുറേ ഇങ്ങനെ കിളികൾ കഴിച്ചതും അണ്ണാങ്കത്തി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പഴുത്ത് ഒരുപാട് മാങ്ങകൾ വീണിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലത് മാത്രം എടുക്കാം. മേളിൽ തന്നെ അത്യാവശ്യം നന്നായിട്ടുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ താഴെ പോയിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ കൊത്തിയൊന്നും നമുക്ക് വേണ്ട കേട്ടോ. അതൊക്കെ അവരെന്നെ കഴിച്ചോണ്ടല്ലേ. മേളിൽ കയറാട്ടോ എന്തായാലും. കാരണം താഴ്ഭാഗത്തേക്കായാലും നമുക്ക് പറിക്കണമെന്നുണ്ടെങ്കിൽ കൊമ്പകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. നമുക്ക് തന്നെ മേളിൽ കയറാത്ത രക്ഷയില്ല. ഒരുപാട് വണ്ണമൊന്നും ഇല്ല കേട്ടോ. അതായാലും ഒരു ഒതുങ്ങിയൊരു മാവാണേ. നമുക്ക് നമ്മളെന്നാ മാവിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ നല്ലൊരു സെറ്റപ്പ് ആണ്. നമുക്ക് ഇരുന്ന് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുള്ള മാങ്ങ ഫുള്ള് നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. മേളിൽ നോക്കിയപ്പോഴാട്ടോ കണ്ടത് വലിയൊരു ഉറുപ്പിൻ്റെ കൂടി. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തതിൻ്റെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വേണ്ട മാങ്ങ ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ കൈയോട് ഞാൻ ബക്കറ്റ് മേളിലേക്ക് എടുത്തിട്ട് അല്ലാതെ നമ്മൾ നേരിട്ട് പറിച്ച് താഴേക്ക് ഇട്ടാൽ ചിലപ്പോൾ മാങ്ങയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് പഴുപ്പിക്കുന്ന ടൈമിൽ ചിലപ്പോൾ പൊട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് കേടൊക്കെ ആവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ തന്നെ ആകുമ്പോൾ വീണ് പൊട്ടുമൊന്നുമില്ലല്ലോ. നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചെടുക്കാം. ചുടിക്കോ വേണ്ട, താഴേക്ക് ഇറക്കി തരാട്ടോ. ഉണങ്ങി കമ്പുണ്ടല്ലോ. ഇതന്നെ നിന്ന് മൂത്തോണ്ട് അത്യാവശ്യം നല്ല പൈസ കിട്ടോ മാങ്ങ. താഴെ പോയിട്ട് നമുക്ക് എന്നാലും ബക്കറ്റ് ഇവിടെ കെട്ടി വെക്കാട്ടോ. കാരണം കുറച്ച് പറിക്കാനുള്ളത് കൊണ്ട്. വാഴ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്ത കയറിൻ്റെ ബാലൻസ് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബക്കറ്റ് ഇതിൽ കെട്ടി വെക്കാം കേട്ടോ. കുറച്ച് പറിക്കുമ്പോഴത്തേനും അത്യാവശ്യം വെയിറ്റ് ആകുമല്ലോ. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ച് പറിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായി. കുടുംബത്തേനും എഴുതുന്നുണ്ട് മാങ്ങ നന്നായിട്ട്. കമ്പിക്ക് കൂടെ നമ്മൾ ചിലപ്പോൾ താഴെ പോകും.
ബക്കറ്റിന്റെ ഒരു 3/4 ഭാഗത്തോളം മാങ്ങ നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിപ്പോൾ എവിടെ ആയിട്ടില്ല കേട്ടോ മാങ്ങ പറിച്ചിട്ട്. ഇനി അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഇത് പറിക്കാനുണ്ട്. കൂട്ടായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ പറിച്ച മാങ്ങ താഴെ ഇറങ്ങണം. കാരണം ഒരു 5-6 കൂടി ഇട്ട ഒരു ബക്കറ്റ് ഉണ്ടാവും കേട്ടോ. ചിലതൊക്കെ നമ്മൾ പറിക്കാൻ പോകുമ്പോഴത്തേനും വീഴിഞ്ഞിട്ടുണ്ട്. കാരണം നന്നായിട്ട് മൂത്ത് ചിലതേ അത് തന്നെ നിന്ന് പഴുപ്പിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മളിവിടെ കെട്ടി വെച്ചിരിക്കണം. അപ്പൊ കെട്ടൊന്നും അഴിക്കട്ടെ. കാരണം നമ്മള് ഇവിടുത്തെ ബക്കറ്റ് ഫുള്ളായിട്ടുണ്ടല്ലോ. മാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മ താഴെ വന്നിട്ടില്ല. അപ്പം എന്തായാലും മാങ്ങ കൊടുക്കട്ടെ. വെയിറ്റുണ്ട്. അപ്പൊ ഇനി നമുക്കിതിൽ മാങ്ങ പറിക്കാനായിട്ടോ കുറച്ച് അങ്ങേ അറ്റത്താണ് നമുക്ക് വലിയ ഒരു ഉരുവിന്റെ കൂട് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് അവിടെയും കുറേ മാങ്ങകളുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി കുറച്ചുകൂടി മാങ്ങ പറിച്ചെടുക്കാം. അപ്പം എല്ലാം നമ്മൾ പറിക്കണം. അപ്പോൾ ആവശ്യമുള്ള കുറച്ച് മാങ്ങ മാത്രം നമ്മൾ പറിക്കണം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലോട് ചേർത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പറിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഒരുപാട് ദൂരമൊന്നും നമുക്ക് പോകാമല്ലോ. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മാങ്ങേനെ കഴിക്കാമല്ലോ. ഒത്തിരി കൊണ്ടുപോയി പഴിപ്പിച്ച് ചിലപ്പോൾ എല്ലാം പാടെ ഒരുമിച്ച് പഴുത്ത് നമ്മൾ കഴിക്കില്ല. ചിലപ്പോൾ ചീത്തയായി പോകില്ലേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബാക്കി പറിച്ചെടുക്കാം. അപ്പം എന്തായാലും നമ്മൾ ഒരു ബക്കറ്റ് ഇപ്പോൾ താഴെ ഇറക്കിയല്ലോ. അപ്പോഴാട്ടോ ഇത് നമ്മൾ എന്തായാലും പിന്നെ പറിക്കാമെന്ന് തീരുമാനിച്ചു. ഒരുപാട് പറിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കാം. നമ്മളാണെങ്കിൽ ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ, കുറച്ച് പേരല്ലോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്നെ പറിക്കാം. ഇനി നമുക്ക് അടുത്തൊരു ടാസ്ക് ഇത് താഴെ ഇറങ്ങലാണ്. ഒരു വിധത്തിലേക്ക് മേളിൽ കയറി കിട്ടുമ്പോൾ ഇനി നമുക്ക് താഴെ ഇറങ്ങണം. അപ്പം എന്തായാലും ഇനി അന്ന് താഴെ ഇറങ്ങിയിട്ട് നല്ല തണുത്ത കാറ്റ് ഇവിടെ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. നല്ല കാറ്റ് വീശുന്നുണ്ട്. നമുക്ക് ഈ ഒരു മരത്തിൻ്റെ ആ ഒരു ചില്ലകളൊക്കെ നമ്മൾ മേളിലേക്കൊക്കെ കയറി പറിക്കുന്ന ടൈമിൽ ഇങ്ങനെ കമ്പുകളൊക്കെ ഇളക്കുമ്പോൾ ഒരു പ്രത്യേക രസമാട്ടോ. അപ്പം നല്ല മൂത്ത് വിളഞ്ഞ മാങ്ങയെന്ന് നല്ല മധുരമുള്ളൊരു മാങ്ങ തന്നെയാണ് ഇത്. അപ്പം എന്തായാലും നമുക്ക് ഞാൻ ഇവിടെ താഴേക്ക് ചാടിയില്ലെന്നൊക്കെ വിചാരിക്കുന്നത്. കാരണം എങ്ങനെ അല്ലാതെ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇതിലേക്ക് തൂങ്ങിയിട്ട് നമ്മൾ പതുക്കെ ഇറങ്ങേണ്ടി വരും. എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മളൊരു സപ്പോട്ട പറിക്കാൻ പോയ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സപ്പോട്ട മരത്തിൽ കയറിയപ്പോൾ അല്ലാത്തത് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട്. നമുക്ക് സപ്പോട്ട എന്ന് പറയുമ്പോൾ താഴെ തന്നെ കമ്പുകൾ വന്നിട്ട് നമുക്ക് പിന്നെ കുറച്ച് ചവിട്ടി ഇതാക്കാനുണ്ട്. അപ്പോൾ കുറേ ഭാഗത്തോളം ഇങ്ങനെ തടി മാത്രമായിട്ട് കിടക്കുവാണല്ലോ. അതാണ് നമ്മൾ കയറിയതല്ലേ, ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ നമുക്ക് ഇറങ്ങാം. സമയത്ത് ഞാൻ കമ്പി എന്ന് പറയുന്നത് അവിടെ ഒരു കമ്പി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ നമ്മൾ എന്തായാലും ഒരു വിധത്തിൽ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ടുള്ള മാങ്ങ. അപ്പോൾ എന്തായാലും ഒരു ബക്കറ്റ് മാങ്ങയുണ്ട്. അവനിക്കൂട്ടി എന്താ എന്തത് അവൾക്ക് മാങ്ങാന്ന് ഫുള്ളായിട്ട് പറയാൻ അറിയാത്തോണ്ട് എന്താന്ന് ചോദിച്ചാൽ മാന്നാട്ട് പറയുള്ളൂ. മാങ്ങയൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അവള്. മാങ്ങ പറിച്ചു വാവാ. ഇനിയിപ്പോൾ അതുകൊണ്ട് പോയിട്ട് അപ്പോൾ പറിച്ചിട്ടേത്തെ കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നിരത്ത് വരുന്നുണ്ട് ആള്. അപ്പോൾ ഈ ഒരു മാങ്ങ നമുക്ക് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം, അതേപോലെ തന്നെ പച്ചക്കാണെങ്കിൽ നല്ല പുളിയുള്ളൊരു ടൈപ്പ് മാങ്ങയാണ്. അപ്പം നമുക്കിത് അച്ചാറിടാനാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ഉപ്പിലിടാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാങ്ങയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഉപ്പിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങയുടെ കഴിയുമ്പോഴും നമുക്ക് മാങ്ങയൊക്കെ എടുത്ത് കറിയൊക്കെ വെക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഉപ്പിലിട്ട് വെക്കുകയൊക്കെ ആണെങ്കിൽ കുറേ നാൾ ഇരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു മാങ്ങേന് നമ്മൾ ഇതിൻ്റെ ഒരു ചുനങ്ങുണ്ടല്ലോ, അതായത് ഒരു കറ, അപ്പോൾ അത് നന്നായിട്ട് കഴുകി കളയാണ്ടോ. കഴുകിയിട്ട് മാങ്ങ കാണിച്ചു തരുന്ന തിരക്കിലാണ് നമ്മുടെ ആവണിക്കുട്ടി. അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഒരു മാങ്ങ കയ്യിലെടുത്ത് തെറിച്ച് പോയിട്ട് അപ്പോൾ അത് എടുക്കാൻ പോയിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു മാങ്ങ നമ്മളിനി പഴുപ്പിക്കാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് ആ ഒരു കറ ഫുള്ള് ഒന്ന് പോകണം കേട്ടോ. എന്നിട്ട് ആ ഒരു വെള്ളം ഫുള്ള് തുടച്ച് കളഞ്ഞിട്ടാട്ടോ. നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോകും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ പഴുപ്പിക്കാനൊക്കെ വെക്കാറ്. അപ്പോൾ ഇത്രയും മാങ്ങയായിട്ട് നമ്മളിപ്പോൾ പറിച്ചെടുത്തത്. ഇനി ഉണ്ടെന്നാലും നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് എത്ര നമ്മളിപ്പോൾ പറിക്കാറ്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാം. അല്ല അവിടെ എന്തേ വീട്ടിൽ കൊണ്ടുപോകുമോ അവിടെ കൊണ്ട്? അപ്പോൾ നമ്മുടെ മാങ്ങ പറിക്കലൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് ഇപ്പോൾ വന്നത് വേറെ ഇങ്ങോട്ടല്ല, ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു അതിഥിയുണ്ട്. അപ്പോൾ കുറേ പേർക്ക് പരിചയമുള്ള ഒരാളായിരിക്കും, കുറേ പേർക്ക് ഇതൊരു പുതിയൊരാളായിരിക്കും. അപ്പോൾ എന്തായാലും ആരാന്ന് നമുക്ക് നോക്കിയാൽ അപ്പോൾ പന്തൽ കേട്ട് നിർത്തിയോണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇനി ഇത് പയറാണോ അല്ലെങ്കിൽ വല്ല കയ്പ്പയ്ക്കയുടെയൊക്കെയാണോ പന്തൽ. കാരണം സാധാരണ നമ്മൾ അതിനൊക്കെയാണോ പന്തലേറ്റി കൊടുക്കാറുണ്ട്. അപ്പം എന്നാലും
നല്ല രീതിയിൽ തന്നെ ഒരു പന്തലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം വേറെ നല്ല കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് ഇതിനെതാ ചതുരപ്പയർന്നാട്ടോ പറയാറുള്ളത്. ഇത് നോക്കിയത് അത്യാവശ്യം നല്ല രീതിയിൽ മൂത്ത് നമുക്കിത് വിത്തിനുള്ളൊരു പരിവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിത്തിയും നമുക്ക് അടുത്ത ഒരുപാട് തൈകൾ ഇതിൽ തന്നെ മുളപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ മുകളിലേക്കായാലും നമുക്കിപ്പോൾ കറി വയ്ക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂത്തതായതോടെ ഇത് കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത് നമുക്കിതാ ഇതൊക്കെ ആയതാ മൂത്തിട്ടില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആട്ടോ ഇതിൻ്റെ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ പിടിക്കുന്നത്. മുകളിലേക്കായാലും നമുക്ക് പന്തലിൻ്റെ ഇടയിലേക്ക് ഇതാ ജാമായിട്ടാട്ടോ കിടക്കുന്നത്. നമുക്ക് താഴേക്ക് എടുത്ത് വിടാം. താഴേക്ക് ഇങ്ങനെ എടുത്ത് വിടുകയാണെങ്കിൽ അത് നന്നായിട്ട് നീളം വെച്ച് സെറ്റായിട്ട് വരുമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു കുടുങ്ങിയതിനൊക്കെ ഇടയിൽ നിന്നൊന്ന് താഴേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. ഇതാ മുകളിലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 5-6 ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ കറക്റ്റ് വിളവെടുക്കേണ്ട പരുവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് തോരൻ വെച്ചത്. അപ്പോൾ ഇങ്ങനെ തോരൻ വെക്കാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പയറൊക്കെ തോരൻ വയ്ക്കുക ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റുമോ. കാണാൻ തന്നെ എന്ത് രസമല്ല. ആ ഒരു സൈഡിൽ കൂടെയൊക്കെ ഒരു മുള്ളു പോലെ. അപ്പോൾ ഇത് മുള്ളിൻ്റെ ആ രീതിയിൽ അത്ര കട്ടിയൊന്നും ഇല്ല കേട്ടോ. ഒരു ടെക്സ്ചറിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റാണ്. നോക്കി പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ മറ്റേ സാധാരണ പച്ചപ്പയറൊക്കെ അപ്പോൾ അതിൻ്റെ അത്രയൊന്നും വേണ്ട കേട്ടോ. ഇതാകുമ്പോൾ ഒരു 5 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു തോരൻ വെക്കാനുണ്ടാവുക. കാരണം അത്യാവശ്യം സൈസും അതേപോലെ തന്നെ വലുപ്പമൊക്കെ ഉള്ളതുകൊണ്ടേ ഇത് നമുക്ക് എന്തായാലും വിത്തിന് നിർത്താം കേട്ടോ. ഇത് 1, 2 ഒരു 3-4 നമുക്കിപ്പോൾ വിത്തിനുള്ള പരുവത്തിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഞാനിത് ഇവിടെ തന്നെ നിന്നൊന്ന് ഉണങ്ങട്ടെ. വേറെ വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും കൊണ്ടൊന്നും പോകില്ല കേട്ടോ. ഇങ്ങനെ കിളി അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതൊന്നും ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. പിന്നെ നോക്കിയത് കറക്റ്റ് നമ്മുടെ ആ ഒരു പയറിൻ്റെ ഇലയുടെ അതേ സെയിം ആട്ടോ വന്നിട്ടുള്ളത്. വെള്ളയ്ക്ക് ഇങ്ങനെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ പന്തൽ കെട്ടി കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വിളവ് നമുക്ക് ഇതിൽ കിട്ടും. കാരണം ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു. ഇപ്പോൾ നമ്മളിത് നേരെ മണ്ണിലാണ് കയറ്റി വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, മണ്ണിൽ നേരെ കുറേയൊക്കെ മുട്ടി കിടന്നിട്ടൊക്കെ മണ്ണിൽ നിന്ന് എന്തെങ്കിലും ചിലപ്പോൾ ചീച്ചലുകട അങ്ങനെയൊക്കെ പിടിച്ചിട്ടൊക്കെ പെട്ടെന്ന് തന്നെ നാശമായി പോകണം. അപ്പോൾ ഇതിങ്ങനെ തൂങ്ങി കിടക്കുകയാണെങ്കിൽ ഒരു നല്ല സേഫായിട്ട് തന്നെ വളരുന്നുണ്ടല്ലോ. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തൂങ്ങി കിടക്കാനാണെങ്കിൽ അവർക്ക് നല്ല സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എന്നാലും ആ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൂവൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വരട്ടെ. അപ്പോൾ എന്നാലും ഈ ഒരു ചതുരപ്പയർ തോരൻ വെക്കാറുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അതേപോലെ തന്നെ ഇത് ആരുടെയും വീട്ടിലുള്ളത് മുൻപേ കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ അതിഥികളായിട്ട്, അതായത് ഇത് ആദ്യമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ടാവും എന്തായാലും. അപ്പോൾ ഞാൻ ഈ അടുത്താട്ടോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഒരു സാധനം. അപ്പോൾ നമ്മൾ പുറത്ത് പോയപ്പോൾ ഇതിൻ്റെ വിത്ത് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നല്ല സക്സസ് ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നും നമ്മളൊരു വട്ടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പ്രാവശ്യം ചെയ്തതിൻ്റെ ആ ഒരു വിത്തുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ആ ഒരു വിത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു ചെടി ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചൂട് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഉണ്ടായ ഒരു ടൈമിൽ ചെറിയൊരു മുളയൊക്കെ വന്ന് നല്ല സെറ്റായി വരുന്ന സമയത്ത് നമ്മളൊരു 5-6 കമ്പ് ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് കുത്തി മേളിലേക്ക് ആക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പന്തലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിലേക്ക് ആയാലും നമ്മൾ ഈ നമ്മുടെ കയ്യിൽ തന്നെയുള്ള ഒരു മരത്തിൻ്റെ പീസുകളോ അതുപോലെ തന്നെ കമ്പും ചുള്ളിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു പന്തൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് തൂങ്ങി കിടക്കുകയാണ് ഒരു പ്രത്യേക രസം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ വളർന്ന് കയറിയിട്ടല്ലേ, ഇതിനിപ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും ഈ ഒരു പന്തലായാലും ഈ ഒരു നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു മരത്തിൻ്റെ ഇതൊക്കെ ഫുള്ള് കവർ ചെയ്തിട്ട് ഫുള്ള് പച്ചപ്പിൽ താഴേക്ക് ആ ഒരു നമ്മുടെ ചതുരപ്പയർ മാത്രമായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി തന്നെ ആയിരിക്കും. എന്നാലും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റായിട്ട് തന്നെ വളർന്ന് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടുത്തായാലും നമ്മൾ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് ഈ അടുത്ത് വളമൊന്നും കൊടുക്കണം. പിന്നെ മഴയും കൂടി പെയ്യുന്നോണ്ട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ വെള്ളത്തിനായാലും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ കയറി വരട്ടെ അല്ലേ. അങ്ങനെ എന്തായാലും വെള്ളവും അതേപോലെ നമ്മുടെ മാങ്ങയൊക്കെ എടുത്ത് നമ്മളത് അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മാങ്ങയൊക്കെ തുടങ്ങിയിട്ടുള്ള ഞാൻ നല്ലൊരു കോട്ടൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഉണങ്ങിയ തുണിയായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് മാങ്ങയൊക്കെ തുടച്ച് വരുമ്പോൾ എന്തായാലും നനയും കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും മാങ്ങ തുടച്ചെടുക്കാം. നന്നായിട്ട് ഒരു കറ കളയണേ. നമ്മുടെ ആവണിക്കുട്ടി ഉറങ്ങിയിട്ട് അപ്പോൾ മാങ്ങയൊക്കെ പറിച്ച് വന്നിട്ട് നമുക്ക് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കാന്താരി ഉറങ്ങിയിട്ടുണ്ട്. ആ ഒരു ചുണങ്ങുണ്ടല്ലോ, ഒരു കറ, നമുക്ക് ഇതിവിടെ മാങ്ങാ ചുണങ്ങൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് മുഖത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ആ ഒരു ഭാഗത്ത് പൊള്ളിയിട്ട് കളർ തന്നെ മാറുമല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട. കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് മാങ്ങയുടെ ഇങ്ങനെ ചുണങ്ങൊക്കെയുള്ള ഒരു ഭാഗമൊക്കെ പൊട്ടിക്കുമ്പോഴോ ചെയ്യണേ. ഇത് നമുക്ക് മാങ്ങയിടാൻ ഒരു പാത്രം കൂടി എടുത്ത് കഴുകിയ മാങ്ങ നന്നായിട്ട് നമ്മളിതാ വെള്ളത്തിന് ചെളിയോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ പറിച്ചെടുത്തിട്ടുള്ള ഒരു മാങ്ങയാണല്ലോ. അപ്പോൾ മണ്ണിൽ വീഴി അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു കറയന്നെ ഉള്ളൂ കേട്ടോ. അല്ല വേറെ ഒന്നുമില്ല മാങ്ങയിൽ. അങ്ങനെ ഇതേ രീതിയിൽ നമുക്ക് ബാക്കി എല്ലാ മാങ്ങയും ഒന്ന് കഴുകി തുടച്ചെടുക്കാം.
അതേപോലെ തന്നെ അപ്പോൾ ഈ ഒരു മാങ്ങ കാണുമ്പോൾ അറിയാലേ ഈ ഒരു മേൽഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു കറുപ്പ് ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് വേറൊന്നും അല്ല കേട്ടോ, മാങ്ങ കേടോ കാര്യങ്ങളോ നല്ല ഫ്രഷ് ആയിട്ട് അടിപൊളി മാങ്ങ തന്നെയാണ് എല്ലാ മാങ്ങകളും. അപ്പൊ എല്ലാത്തിലും ഉണ്ട് ഈ ഒരു കറുപ്പിന്റെ ഒരു കളറിന്റെ ആ ഒരു ഭാഗം ഇങ്ങനെ പച്ചയുടെ ആ ഇതിലൊക്കെ ഇങ്ങനെ കറുപ്പ് കറുപ്പ് കറുപ്പായിട്ട് ഒരു മേൽഭാഗത്തിട്ടുണ്ട്. അത് വേറെ ഒന്നും അല്ല, നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല രീതി തന്നെ കോടയാണല്ലോ. അപ്പൊ ഇങ്ങനെ കോട നല്ല രീതിയിൽ ഇപ്പൊ ഈ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ കോട നല്ല രീതിയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ കോട മൂടിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അവസ്ഥ. അതുകൊണ്ടാണ് ഈ ഒരു കറുപ്പ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമുക്കിപ്പോ നമ്മുടെ പറമ്പിലൊക്കെ നമ്മുടെ കവുങ്ങ് ഉണ്ടല്ലോ, കവുങ്ങൊക്കെ ആയാലും കോട മൂടിക്കഴിഞ്ഞാൽ നമ്മൾ മരുന്നടിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അടയ്ക്ക പോലും നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പൊ ഈ അട്ടപ്പാടിയിലാട്ടോ നമുക്ക് അതുകൊണ്ട് തന്നെ മരുന്നടിക്കൽ എനിക്ക് കൂടുതലായിട്ടുള്ളതായിട്ട് തോന്നുന്നത്. കാരണം നമ്മുടെ ഇവിടെ ആണല്ലോ കൂടുതലായിട്ട് തന്നെ കോടയുള്ളതും. അപ്പൊ പ്രോപ്പറായിട്ട് നമ്മളിവിടെ 2-3 ട്രിപ്പൊക്കെ മരുന്ന് അടിക്കട്ടോ കോടയ്ക്കനുസരിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം അടിച്ച് എന്തായാലും വെട്ടി കേൾക്കൂലല്ലോ. പിന്നെ മാങ്ങയും നമ്മൾ അങ്ങനെ മരുന്നൊന്നും അടിക്കല്ലോ. മാങ്ങയൊക്കെ പൂണ്ടാകുന്ന ആ ടൈമിൽ തന്നെ മരുന്നൊക്കെ ഒന്ന് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സെറ്റായിട്ട് വരും. പിന്നെ നമ്മൾ മാങ്ങയ്ക്ക് അങ്ങനെ മരുന്ന് അടിക്കാറില്ല കേട്ടോ. മാങ്ങ നമ്മൾ ഇതിന് പുറത്തങ്ങനെ കൊടുക്കുക അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരുപാട് മാവൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിനുള്ള 2 മാവുണ്ട്. അപ്പം ഇതാട്ടോ പിന്നെ നമുക്ക് കായൊക്കെയുള്ള ഒരു മാവ്. ഇത് അധികം പ്രായമില്ലാത്തൊരു മാവ് തന്നെയാണ്. അപ്പം വെള്ളം അത്യാവശ്യം എടുത്തുകൊണ്ട് പുറത്ത് പോകാത്ത രീതിയിൽ പതുക്കിയാട്ടോ ആക്കുന്നത്. 2 മാങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വയ്ക്കാം നമുക്ക്. നമ്മൾ തുടയ്ക്കുന്ന സമയം കൊണ്ട് ആ ഒരു കറയൊന്ന് ഇളകട്ടെ. അപ്പൊ അതാണ് ഈ ഒരു കറുപ്പ് കളറിൽ. ഇനി പാർക്കിംഗ് ഒരു ഡൗട്ട് തോന്നും, കാരണം എന്തിനി കേടാണോ എന്നൊന്നും തോന്നണ്ട. കാരണം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഈ ഒരു കറുപ്പ് കാണുന്നത്. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാട്ടോ. നമ്മൾ ഇതിന് മുന്നും ഇതേപോലെ പറിച്ച് ഇതേപോലെ കഴുകി തുടച്ച് നല്ല നോക്കിയിട്ടായിരുന്നു. നല്ല ഒരു കേടോ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ഇതേപോലെ ചെയ്തിട്ടാണ് പഴുപ്പിക്കുന്നുണ്ടെങ്കിൽ നല്ല മധുരമാണല്ലോ. പക്ഷേ പച്ചയാണെങ്കിൽ നല്ല പുളിയുമാണ്. അപ്പൊ പഴുത്ത നേരെ ഓപ്പോസിറ്റ്. അതാട്ടോ നമ്മുടെ ഈ ഒരു മാങ്ങയുടെ അവസ്ഥ. അപ്പൊ നല്ല മൂത്ത് വിളഞ്ഞത് കൊണ്ട് തന്നെ നോക്കി ഇതിൽ ഒരുപാട് ഉറുമ്പ്. ഞാൻ പറിച്ചൊരു ടൈമിൽ മേളിലേക്ക് കുറച്ചായിട്ട് ആദ്യം കണ്ടത്. പിന്നെ കുറച്ച് ഇതായപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉറുമ്പിന്റെ കൂടുകളൊക്കെ പല സ്ഥലത്തു നിന്ന് ഇളകി താഴെ വീഴാനൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. അത് എടുത്തിട്ടുള്ള നമ്മുടെ ഒരു പാത്രം ഫുള്ളായിട്ട് നമ്മളിതാ മാങ്ങയൊക്കെ കഴുകി നന്നായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാത്രം ഫുള്ളായതുകൊണ്ട് ഞാൻ അതാ വീണ്ടും വേറൊരു പാത്രം എടുത്തിരിക്കണം. അപ്പൊ എന്നാലും ഇതുകൂടി നിറയാനുള്ള അത്രയും മാങ്ങ നമുക്ക് ഉണ്ടാവും കേട്ടോ. എന്തായാലും ബാക്കി ഇതാ ബക്കറ്റ് ഒന്ന് താഴെ ഇറക്കി വെച്ചു കേട്ടോ. എന്തായാലും നമുക്കിനി ഇതുകൂടി ഒന്ന് തുടച്ചെടുക്കാം. ആണെങ്കിൽ നമുക്ക് കുറേ ദിവസം നല്ല മഴയൊക്കെ ആയിട്ട് ഇന്ന് മഴ കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് നമ്മുടെ തുണി ഉണക്കലിന്റെ പരിപാടികളൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ തുണികളൊക്കെ ഉണക്കലും പിന്നെ പുറത്തുള്ള അത്യാവശ്യം പണികളൊക്കെ നമ്മുടെ നന്നായിട്ട് കഴിഞ്ഞു കിട്ടുന്നു. പിന്നെ ഇത്ര നേരം പെയ്യാതെ ഇരുന്നിട്ട് ഇന്നിപ്പോ വൈകിട്ട് പെയ്യാനുള്ള പരിപാടി ആയിരിക്കണം. കാരണം അത് ഇപ്പൊ ഒന്ന് മൂടിയിട്ടോ. കാരണം ഇത്രയും നേരം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിൽ കിട്ടിയതാണല്ലോ. കുഴപ്പമില്ല, ഇങ്ങനൊരു തോർച്ച കിട്ടിയാലും നമുക്ക് നമ്മുടെ പണികളൊക്കെ കുറെയൊക്കെ നടക്കുമല്ലോ. ഇതിന്റെ ധാരാളം. ഇപ്പൊ നമ്മുടെ ആവണിക്കുട്ടി ഉണ്ടെങ്കിൽ ഇതാ തുടയ്ക്കാനും എടുക്കാനൊക്കെ മെയിൻ ആയിട്ട് ആളുണ്ടാവും കേട്ടോ. നമുക്ക് മാങ്ങ പറിക്കാൻ പോകുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഓരോ വെള്ളമൊക്കെ ഉണ്ടാക്കി കളിച്ച് കുറെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങോട്ട് കൊണ്ടുപോയത്. ആൾക്ക് ഇങ്ങനെ നമ്മൾ എവിടെ പോലും പുറകെ വരാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ നന്നായിട്ട് ഉറങ്ങിയിരിക്കേണ്ടത്. എന്തായാലും ഉറങ്ങട്ടെ. ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും അവള് പിന്നെ അങ്ങനെയാണ് തോന്നിയാൽ മാത്രം ആൾ കഴിക്കാറില്ല. പിന്നെ ഞാൻ പുറകെ നടന്നിട്ട് ഇങ്ങനെ കഴിക്കുക അങ്ങനെ പറഞ്ഞ് എപ്പോഴും ഇതാക്കാൻ നിൽക്കില്ല കേട്ടോ. പിന്നെ അവർക്ക് തോന്നിയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ശരീരത്തിൽ പിടിക്കുമല്ലോ. അപ്പോൾ നോക്കട്ടെ, കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം കേട്ടോ ആൾക്ക്. പിന്നെ കുറച്ചുകൂടി മാങ്ങ നമുക്ക് ഇതേപോലെ തുടച്ചെടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇത് തുടച്ചത് ഫുള്ളായിട്ട് ഞാൻ ഒരു വെള്ളം നനവ് ഒട്ടും പാടില്ല കേട്ടോ. വെള്ളം നനവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാങ്ങ ചീഞ്ഞ് പെട്ടെന്ന് കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വെള്ളം നനവ് ഒട്ടും ഇല്ലാതെ വേണ്ട നമ്മൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അരിയിലൊക്കെ വെച്ചിട്ട് പഴുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അരിയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ സപ്പോർട്ടൊക്കെ കൊണ്ടുവന്നാൽ ഇതേപോലെ കഴുകി തുടച്ചിട്ട് കുറച്ചൊക്കെ ഞാൻ അരിയിലാട്ടോ വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പഴുക്കുമല്ലോ. പിന്നെ സപ്പോർട്ടെന്ന് പറയുമ്പോൾ ചെറുതാണ്. അപ്പോൾ മാങ്ങത്തരി നമുക്ക് എന്തായാലും അരിയിലൊന്നും വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നൂൽച്ചാക്കിലൊക്കെ ആയിട്ട് നമുക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് കെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുക്കും. പിന്നെ നമുക്കിനിയിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പഴുക്കുന്ന ഒരു ഡേയ്സ് കുറച്ച് നീണ്ടു പോകുമായിരിക്കും. കാരണം നമുക്ക് ചൂടൊക്കെ ആണെങ്കിലാണല്ലോ പെട്ടെന്ന് തന്നെ പഴുക്കും. അപ്പോൾ തണുപ്പായതുകൊണ്ട് കുറച്ചത്. പിന്നെ നല്ല മൂത്ത മാങ്ങയായതുകൊണ്ട് തന്നെ ചില തന്നെ എനിക്ക് തോന്നുന്നു ചെനച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. കളറൊക്കെ നല്ല മൂത്ത് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ അധികം സമയം എടുക്കുന്നുണ്ടാവില്ല. അപ്പം എന്തായാലും ഞാൻ ഇനി ബാക്കിയുള്ള മാങ്ങകൾ ഫുള്ളൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെയാണ് കേട്ടോ കൂട്ടുകാരെ ഇവിടെ മാങ്ങയൊക്കെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് പറിച്ച് കഴിഞ്ഞാൽ വെക്കാറ്. അപ്പോൾ നമ്മൾ മാങ്ങ കടയിലൊന്നും അങ്ങനെ കൊടുക്കാറില്ല. കാരണം നമുക്ക് അതിന് മാത്രം മാങ്ങൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് അത്യാവശ്യം മാങ്ങകളൊക്കെ നമുക്ക് എന്തായാലും പുറത്ത് വേറെ എവിടെയും പോവാതെ നമുക്ക് അത്യാവശ്യം മാങ്ങകളുണ്ട്. അതിന് ധാരാളം. നമ്മുടെ പണി നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാം വാങ്ങി നമ്മൾ നന്നായിട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ രീതിയിലൊന്ന് വെള്ളം നനവുണ്ട്. അപ്പോൾ അത് ഫുള്ള് മാറിയതിന് ശേഷം നമ്മളുടെ നൂൽച്ചാക്കിൽ കുറച്ച് വാഴയുടെ ഉണങ്ങിയ ചപ്പ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് അടിയിൽ കുറച്ചിട്ടിട്ട് ലെയർ ആയിട്ട് ഇങ്ങനെ വെക്കിട്ടും. അപ്പോൾ പഴുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചാക്കൊന്ന് പൊട്ടിക്കുമ്പോൾ പിന്നെ ഒരു രക്ഷയില്ലാത്ത മണം തന്നെ ആയിരിക്കും. എല്ലാം പാടെ ഒരുമിച്ച് പഴുത്തിട്ട് നല്ല മണമായിരിക്കും. എന്തായാലും
നമുക്കിനി ആ ഒരു വെള്ളത്തിൻ്റെ നനവ് ഫുള്ളൊന്ന് മാറ്റിയിട്ട് അതിന് ശേഷം നമുക്ക് എന്തായാലും നൂൽച്ചാക്കിലിട്ട് ഇട്ടിട്ട് ആ ഒരു രീതിയിൽ വയ്ക്കാം. അപ്പോൾ എന്തായാലും കൂട്ടുകാർ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാവും ചോദിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി നമുക്ക് അറിയിക്കാനും മറക്കല്ലേ. അതേപോലെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട്, അതുകൊണ്ട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ സപ്പോർട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എടുത്തോളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണുന്നവരെ ബൈ.